എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. വി ഗോപാലകൃഷ്ണ IPS ആണ് കൂടെയുള്ളത്. ഏജ് റിട്ടയർഡ് സർ, നമസ്കാരം. വന്ദേ മാതരം. സർ, 1947 ശേഷം ഒരു പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പല ഘട്ടങ്ങളിലായി പ്രതിഷേധമോ അല്ലെങ്കിൽ ആക്രമണമോ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം വലിയ അതൊരു ത്രെട്ടായിട്ടൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ പോലും ടോണ്ട് ചെയ്യാന്ന് പറയും, വലിയ രീതിയിൽ ഇന്ത്യയെ ചൊറിയുന്നൊരു പാകിസ്ഥാനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആർമി ചീഫ് മുതൽ മന്ത്രിമാർ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ, അല്ലാതെ ഇപ്പോൾ അവർ ബോർഡറിൽ നടത്തുന്ന അവിടെയുള്ള ആളുകളെ പരിശീലിപ്പിക്കുന്നു, യുദ്ധത്തിന് വേണ്ടി ബലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതായി വാർത്തകൾ വരുന്നു. ഇതൊക്കെ ഇന്ത്യയെ ടോണ്ട് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനെ ഹൗ ഡു യു ഒബ്സർവ്? മനുജ, നമ്മൾ ഈ സബ്ജക്റ്റ് ഇയാളിപ്പോൾ ചോദിച്ചതിൻ്റെയൊക്കെ ഉത്തരം പറയുന്നതിന് മുന്നേ ഒരു ബ്രീഫ്, നമ്മളെ ഹിസ്റ്ററിയിൽ പോലും നമ്മളെ പാഠപുസ്തകങ്ങളിൽ പോലും നമ്മളെ പഠിപ്പിക്കാത്ത ഒരു പാകിസ്ഥാൻ എന്താണെന്നുള്ള ഒരു ബ്രീഫ് പറയേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. പല ആളുകൾക്കും ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, എന്നാൽ ചിലർക്കൊക്കെ ഇതറിയാം. അപ്പം അറിയാത്തവർക്ക് കൂടി വേണ്ടി ഞാൻ പറയുന്നതാണ്. പാകിസ്ഥാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഈ പാകിസ്ഥാൻ പറയുന്നു. ഇവിടുത്തെ മീഡിയയും എല്ലാം അതൊന്നും അവരുടെ കുഴപ്പമല്ല. അങ്ങനെ ഈ പറയുന്നതിലുപരി എന്താണ് ഈ പാകിസ്ഥാൻ? ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടായത് MI6 UK ചാരസംഘടനയാണ്. MI6 MI5 അവരുടെ ഇൻറ്റേർണൽ, ഇത് MI6 പുറത്തുള്ള എക്സ്റ്റേണൽ. ചാരസംഘടനയും ചർച്ചിലും പിന്നെ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഡീപ്പ് സ്റ്റേറ്റ്, അവരുടെ റേസിസ്റ്റ്, ഞാൻ അങ്ങനെ തന്നെ പറയും. എൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്തിലെ ഏറ്റവും റേസിസ്റ്റ് കൺട്രി ആരെന്ന് ചോദിച്ചാൽ ഞാൻ UK എന്ന് പറയും. നല്ല മനുഷ്യരെ അവിടെ കാണും. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കൊടുക്കേണ്ടി വരും, പല പല കാരണങ്ങൾ കൊടുക്കേണ്ടി വരും എന്ന് വന്നപ്പോൾ ബ്രിട്ടീഷുകാർ എപ്പോഴും ഒരു 50 വർഷം മുമ്പോട്ടാണ് ചിന്തിക്കുന്നത്. ഫാർ സൈറ്റ്നെസ് ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെ അവർ പാകിസ്ഥാൻ എന്നുള്ള രാഷ്ട്രം ഇല്ലാതെ ഇന്ത്യയെ മാത്രം, ഈ മുസ്ലിംസിനെയും പിന്നെ ഹിന്ദുക്കളെയും ജീവിക്കാൻ അനുവദിക്കാൻ വിട്ടാൽ ഇന്ത്യ, ഇപ്പം നമ്മൾ UK എക്കോണമിയെ നമ്മൾ സർപ്പാസ് ചെയ്തു. അത് 1-2 വർഷമായുള്ളൂ ടോട്ടൽ GDPയിൽ. പക്ഷേ ഇത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഉണ്ടായില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇത് ഒരു 25 വർഷം മുമ്പ് സർപ്പാസ് ചെയ്തേനെ. കാര്യം അങ്ങനെ ഒരു പാകിസ്ഥാൻ ഇല്ല, നമ്മുടെ ഇവിടുത്തെ ഉള്ള ഗവൺമെൻറ്റിൻ്റെ നേച്ചറും ഇവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്ററും അവർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഹിസ്റ്ററി തന്നെ മാറി മറിഞ്ഞു വരുമായിരുന്നു. അപ്പോൾ ഒരു കാരണവശാലും ഈ ഇന്ത്യക്കാർ രക്ഷപ്പെടരുത് എന്നുള്ള ഇത് ബ്രിട്ടീഷ് റേസിസ്റ്റ്, അവരുടെ ഡീപ്പ് സ്റ്റേറ്റ് റേസിസ്റ്റ് ആയിട്ടുള്ള റേസിസത്തിൻ്റെ ഭാഗമാണ് ഈ പാകിസ്ഥാൻ. അദ്വാനിജി ഇടയ്ക്ക് ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ ജിന്ന നമ്മളെ പഠിപ്പിച്ച പോലെ എന്നുള്ള ആളല്ല. ജിന്നയ്ക്ക് പോലും താല്പര്യമില്ലായിരുന്നു. ഒരു പ്രൈം മിനിസ്റ്റർഷിപ്പ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നെങ്കിൽ, അദ്ദേഹം സീനിയറായിരുന്നു, കൊടുത്തിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ വിൻസ്റ്റൺ ചർച്ചിലാണ് ഇതിൻ്റെ ശരിക്ക് പറഞ്ഞ വില്ലൻ. MI6 അല്ല. ഈ MI6 ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. വിൻസ്റ്റൺ ചർച്ചിലിന് ഇന്ത്യക്കാരോട്, പ്രത്യേകിച്ച് ഹിന്ദുസിനോട് ഭയങ്കരമായ അവജ്ഞ, കണ്ടംപ്റ്റ്, അങ്ങേറ്റത്തെ കണ്ടംപ്റ്റും ആയിരുന്നു. അദ്ദേഹം ഡോഗ്സ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് അൺസെൻസേർഡ് ബുക്കുണ്ട്. അൺസെൻസേർഡ് ഇന്ത്യയിൽ നിരോധിച്ചതിൻ്റെ കാരണം ഇതൊക്കെയാണ്. അതിനകത്ത് ഈ ഗാന്ധി അവിടെ ചെന്നപ്പോൾ പിന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ലണ്ടനിൽ ചെന്നിറങ്ങിയപ്പോൾ ഇയാൾ വളരെ കണ്ടംപ്ച്വസ് ആയിട്ടുള്ള റിമാർക്കാണ് പറഞ്ഞത്. അത് ഇത്തിരി അശ്ലീലമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. അതിനെ പിന്നെ MI6 എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തിനാണ് ഇവിടെ ഈ ഇതെല്ലാമായിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചത്.
അപ്പോൾ MI6 എല്ലാം കൂടെ, പിന്നെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എല്ലാം കൂടെ അർദ്ധനഗ്നനായ ഫക്കീർ ഇവിടെ എന്തിനു വന്നു എന്ന് ചോദിച്ചു. അദ്ദേഹമാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത്. ഇതൊക്കെ പച്ച കള്ളമാണ്, അങ്ങനെയൊന്നും അല്ല വിളിച്ചത്. അപ്പം ഇന്ത്യക്കാർ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. പാകിസ്ഥാൻ ഉണ്ടാക്കിയാൽ മാത്രമേ ഇന്ത്യക്കാരെ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. ഇവന്മാർ ഞണ്ട് പോലെ ഇങ്ങനെ പുറകോട്ട് വെക്കും, മുകളിലോട്ട് കയറാൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് റേസിസം, ഇമ്പീരിയൽ റേസിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് ആണ് നമ്മുടെ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രം ഉണ്ടായത്. പക്ഷെ ജിന്ന തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മുഹമ്മദ് അലി ജിന്നാജി കറക്റ്റായിട്ടാണ് തുടങ്ങിയത് എല്ലാം. പക്ഷെ അത് കഴിഞ്ഞ് ജിന്നാജിയെ തടവിലാക്കി അങ്ങനെ പോയ്സൺ കൊടുത്ത് കൊന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കുറേ സംഗതികളൊക്കെ വായിച്ച് ഞാൻ മനസ്സിലാക്കിയത് പട്ടാള ജനറലിൻ്റെ തടവിലായിരുന്നു അദ്ദേഹം. ഈവൻ തിരിച്ച് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ് എന്നുള്ള കേബിൾ വരെ നെഹ്റുവിനെ അയച്ചിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തത്, പക്ഷെ അദ്ദേഹം തട്ടിക്കളഞ്ഞു. അപ്പോൾ അദ്ദേഹം സെക്കുലർ, ആദ്യത്തെ സ്പീച്ചിൽ പാകിസ്ഥാനെ പറ്റി സെക്കുലർ കൺട്രി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ അത് പട്ടാള ഭരണത്തിൻ്റെ കീഴിലായി, വീണ്ടും ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. 2 ബ്രിട്ടീഷ് ജനറൽമാരായിരുന്നല്ലോ പാകിസ്ഥാനെ നിയന്ത്രിച്ചിരുന്നത്. ഈവൻ നമ്മുടെ കാശ്മീരൊക്കെ ആക്രമിച്ചത് അവരുടെ നേതൃത്വത്തിലാണ്. നമ്മുടെ ഒരു ഹിസ്റ്ററി ബുക്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള, ഞാൻ പ്രീ ഡിഗ്രിക്ക് വരെ ഞാൻ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, അവിടെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല ബ്രിട്ടീഷ് ജനറൽ 2 പേരും കൂടെ ചേർന്നാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചത് 1947-48 ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആക്ച്വലി അങ്ങനെയായിരുന്നു. അപ്പോൾ അവരുടെ തടവിൽ തന്നെയായിരുന്നു ഏകദേശം ഒരു 5 വർഷത്തോളം ബ്രിട്ടീഷ് റെജീം. ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ഇവർ പോകുന്നുണ്ടല്ലോ എന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് ഇവരുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു അപ് ടു 65, 70, വി ക്യാൻ സേ 70, അപ് ടു 70 വരെ ബ്രിട്ടീഷുകാർ നമുക്ക് പാര വെച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്നും യുദ്ധം ചെയ്യണം എന്നുള്ള അവരുടെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായിട്ടും എല്ലാം പാകിസ്ഥാനെ ആം ചെയ്തു ബ്രിട്ടീഷുകാരും എല്ലാം. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ പിന്നെ കംപ്ലീറ്റ് അസ്തമിച്ചു, അവരുടെ പ്രതാപം അസ്തമിച്ചു. അതിനൊരു 10-35 വർഷം മുമ്പേ അവരുടെ പ്രതാപം അസ്തമിച്ചു. എന്നാലും അവർ ഇതുപോലത്തെ പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ ആര് രക്ഷപ്പെട്ടാലും ഇന്ത്യക്കാർ രക്ഷപ്പെടരുത്, ഇന്ത്യ ഒരിക്കലും നന്നാവരുത് എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയായിട്ടാണ് അവർ മുമ്പോട്ട് പോയത്. അങ്ങനെ മുമ്പോട്ട് പോയി അമേരിക്കൻസ് ടേക്ക് ഓവർ ചെയ്തു. മറ്റേ നമ്മുടെ റിലേ ഓട്ടത്തിന് ബാറ്റൺ കൈമാറും പോലെ പിന്നെ അമേരിക്ക ആണല്ലോ ലോകത്തിലെ നമ്പർ 1 പവറായിരുന്നു. അങ്ങനെ അത് അമേരിക്ക ടേക്ക് ഓവർ ചെയ്തു. അപ്പോഴും ചൈന വന്നിട്ടില്ല. അപ്പോൾ അമേരിക്കൻസാണ് ഈ പാകിസ്ഥാനെ ഇന്ത്യക്കെതിരായിട്ട് തിരിച്ചു നിർത്തിയത്. അതിന് ബ്രിട്ടീഷുകാർ എല്ലാ സഹായങ്ങളും അമേരിക്കൻസിന് ചെയ്തു. ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാനെ അവർ ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് തുടർന്നു പോകുന്നു. 2020 ജനുവരി 20 വരെ, 2025 ജനുവരി 20 വരെ ഈ ബ്രിട്ടീഷ് അമേരിക്കൻ അവരുടെ റോഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ റോട്ട് വീലർ ആയിരുന്നു പാകിസ്ഥാൻ. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ട്രംപ് ഒരിക്കലും പാകിസ്ഥാനെ റോട്ട് വീലറായി റോഗ് സ്റ്റേറ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. പിന്നെ ഒരു 63 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ചൈനയും പതുക്കെ കളിച്ചു തുടങ്ങി. പാകിസ്ഥാനെ അവർക്ക് മനസ്സിലായി ഡയറക്റ്റായിട്ട് ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യേണ്ട എന്ന്. അങ്ങനെ ചൈന പതുക്കെ പാകിസ്ഥാനെ റോഗ് സ്റ്റേറ്റായിട്ട് റൗഡി ഒരു നമ്മുടെ ഹുത്തീസിനെയൊക്കെ പോലെ അല്ലെങ്കിൽ ലഷ്കർ തോയ്ബ അതേപോലെ അവരെ പോലെയുള്ള ഒരു ഗുണ്ട രാഷ്ട്രമായിട്ട് പാകിസ്ഥാനെ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ പറയും ഇവിടെ നടന്നിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും പാർലമെൻറ്റ്, ഞാൻ 2-3 പ്രധാന പറയുന്നത് പാർലമെൻറ്റ് ആക്രമണം, യൂറി
അതുപോലുള്ള പുൽവാമ, പിന്നെ ബോംബെ ബ്ലാസ്റ്റ്, ഇങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ, ചെറുതും വലുതും ഉള്ള എല്ലാ ആക്രമണങ്ങളുടെയും പിന്നിൽ ഹാൻഡ് ഇൻ ഗ്ലോവായിട്ട് UK ഉണ്ടായിരുന്നു, അമേരിക്ക ഉണ്ടായിരുന്നു, ചൈന ഉണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പിന്നെ ബിലാൽ ഭൂട്ടോ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചയിൽ. അതിനു മുമ്പ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററോ മറ്റോ പറഞ്ഞു അമേരിക്കയും ബ്രിട്ടനും ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ പിന്നെ എത്രയോ നാളുകൾ കൊണ്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇന്ത്യയുടെ സ്വന്തം ഒരു കപ്പാസിറ്റിയിൽ കയറി ആക്രമിക്കുകയും 71 റഷ്യയുടെ സഹായം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ആക്രമിക്കുകയും പാകിസ്ഥാനെ 4 വാറിൽ നമ്മൾ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും, ഇസ്രായേലിൻ്റെയും റഷ്യയുടെയും സഹായത്തോടെ തോൽപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും, നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ പാകിസ്ഥാനായിരുന്നു കൂടുതൽ സപ്പോർട്ട്. ആ കാര്യം എന്ന് പറഞ്ഞാൽ US അവരുടെ കൂടെയാണ്. US, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇതെല്ലാം പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യക്ക് ലാസ്റ്റിൽ പരാജയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്നു വാൻസ് ഇവിടെ വന്നപ്പം പാകിസ്ഥാൻ കയറി ആക്രമിച്ചു. ഇത് വാൻസ് ഇപ്പോഴല്ലേ വന്നത്, ഈ ഏപ്രിലല്ലേ വന്നത്. ഇതിന് മുന്നേ അമേരിക്കൻ ഡിഗ്നിറ്ററീസ് ഇവിടെ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ഇവിടെ കാർണേജ് ആയിരുന്നു, കുരുതിയായിരുന്നു പാകിസ്ഥാൻ നടത്തിയിരുന്നത്. ബിൽ ക്ലിൻ്റൺ ഉണ്ടായിരുന്നപ്പം, ബുഷ് വന്നപ്പം ഡൽഹി റൈറ്റ്സ് ഉണ്ടായി, ബിൽ ക്ലിൻ്റൺ വന്നപ്പം കാശ്മീരിൽ റൈറ്റ് ഉണ്ടായി, പിന്നെ വേറെ ഏതോ ഒരു ഡിഗ്നിറ്ററി പ്രസിഡൻ്റ് മറ്റോ അമേരിക്കൻ പ്രസിഡൻ്റ് മറ്റോ വന്നു പോയി 1 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ പാർലമെൻ്റ് അറ്റാക്കാണോ മറ്റേ ബോംബെ ബ്ലാസ്റ്റ് ആണോ, ഐ ആം നോട്ട് ഷുവർ, ഞാൻ മറന്നുപോയി. അപ്പോൾ ഓരോ പ്രാവശ്യവും അമേരിക്കൻസ് വരും, ഒരു ടൂറ് നടത്തും, പിന്നെ പാകിസ്ഥാൻ ഈ പരിപാടികളെല്ലാം നടത്തും. ഇന്ത്യ പ്രതിഷേധിക്കും, അപലപിക്കും, ശക്തിയുക്തം പ്രതിഷേധിക്കും, കണ്ണുരുട്ടി കാണിക്കും. അല്ലാതെ നമ്മളൊന്നും ചെയ്യില്ല എന്ന് അമേരിക്കൻസിനും അറിയാം, ചൈനയ്ക്കും അറിയാമായിരുന്നു, പാകിസ്ഥാനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഓരോ ആക്രമണങ്ങളും അവരിങ്ങനെ ആസൂത്രണം ചെയ്യുന്നത്. അപ്പം ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ഈ പഹൽഗാം ആക്രമണത്തിൽ എല്ലാവരും ആക്രമണത്തെ അപലപിച്ചു. പക്ഷെ പാകിസ്ഥാൻ്റെ പേരെടുത്ത് പഴയ അസുഖം അവർക്കുണ്ട്, പാകിസ്ഥാൻ്റെ പേരെടുത്ത് ആരും പറഞ്ഞില്ല. ടെററിസ്റ്റ് അറ്റാക്ക് അപലപിക്കുന്നു. ടെററിസ്റ്റ് അവർക്കാണെങ്കിൽ പറഞ്ഞുകൂടെ, അത് ഇന്ത്യയിൽ നിന്ന് ആകാം, പാകിസ്ഥാനിൽ നിന്നും ആകാം, ഇത് ഇന്ത്യയിൽ നിന്നാണെങ്കിലോ എന്നുള്ള ഒരു ധ്വനി വരത്തക്ക വിധത്തിലാണ് പലരും പറഞ്ഞത്. പിന്നെ ട്രംപ് മാത്രം പറഞ്ഞു ഞാൻ ഇന്ത്യയുടെ കൂടെയാണ് എന്ന്. വേറെ ആരും ഒരു പാകിസ്ഥാന് എതിരായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർനാഷണൽ ലെവലിലും ഞാൻ കണ്ടില്ല. പക്ഷെ എന്നിരുന്നാലും പാകിസ്ഥാൻ എഗൻസ്റ്റാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. അതായത് പിന്നെ കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചരിത്രം എടുത്താലും ആദ്യമായിട്ട് ഇന്ത്യക്കാണ് സപ്പോർട്ട് ഇൻ്റർനാഷണൽ. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ പാകിസ്ഥാൻ എന്തിനാണ് പാകിസ്ഥാനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും നന്നാവരുത്, ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടരുത്. പിന്നെ അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് എന്താവശ്യത്തിനാണ് പാകിസ്ഥാന് ന്യൂക്ലിയർ വെപ്പൺസ് ഈ വെസ്റ്റും ചൈനയും എല്ലാം കൂടെ ചേർന്ന് കൊടുത്തത്. ചൈന ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻസും യൂറോപ്യൻസും പാകിസ്ഥാൻ്റെ പുറകിലാണ്. നെതർലാൻഡ്സ് വഴി മറ്റേ ഖാൻ ന്യൂക്ലിയർ ബം ഉണ്ടാക്കിയ ഖാൻ തിയറി അതെല്ലാം കൂടെ മോഷ്ടിച്ചുകൊണ്ട് ചൈന ഒരു മിനിയേച്ചർ ബോംബ് കൊടുത്തു. പിന്നെ ഈ USA ഒക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പം സംസാരിക്കുന്ന USA ഇപ്പം സംസാരിക്കുന്ന രീതിയിൽ USA പിന്നെ യൂറോപ്യൻ യൂണിയനും ഒക്കെ വിചാരിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും എൻറിച്ച്ഡ് യുറേനിയം അത് എത്തില്ല, വെപ്പൺ ഗ്രേഡ് അതിൽ എത്തില്ലായിരുന്നു. അതിനെല്ലാം സഹായം ചെയ്തു കൊടുത്തത് ഈ അമേരിക്കൻസും ഇവരെല്ലാമാണ്. ഒറ്റ ചിന്തയോടെ ഇന്ത്യ രക്ഷപ്പെടരുത്, ഇന്ത്യയെ വരട്ടാൻ. അല്ല, ഫേമസ് ആയിട്ട് കിസിഞ്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് വർഷമെന്ന് എനിക്കറിഞ്ഞൂടാ. അയാൾ തമാശയായിട്ട് ഒരു ഡിന്നറിന് പറഞ്ഞതാണ്, ഇന്ത്യയെ ഏറ്റവും അധികം ഉപദ്രവിച്ച ഒരു ദുഷ്ട കഥാപാത്രമാണ് ഈ കിസിഞ്ചർ. അയാൾ ജൂ ആയിരുന്നു. അയാൾ പറഞ്ഞു
ഇന്ത്യ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ച് നിങ്ങൾ വലിയ വിഷമിക്കാനൊന്നും വേണ്ട, പാകിസ്ഥാന് 1-2 കൊടുക്കുക, പാകിസ്ഥാനെ ആം ചെയ്യുക, ഇന്ത്യ അവിടെ നിന്നോളം എന്ന് ഈ കിസിഞ്ചർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പലരും മറന്നുപോയി. അപ്പം ഈ പാകിസ്ഥാനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇന്ത്യ ശരിയാക്കാനാണ്. ഇപ്പം ഇതൊക്കെ ഉണ്ടാവാൻ കാര്യം നമ്മളൊരു വലിയൊരു ഒരു 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 വല്ലാത്ത ടൈമിനാണ്. അതായത് ഇന്ത്യ രക്ഷപ്പെടാൻ പോവുകയാണ്. എല്ലാ ഈ വേൾഡ് ഫാക്ടറി, എല്ലാ പ്രോഡക്ട്സിൻ്റെ വേൾഡ് ഫാക്ടറി ഇന്ത്യയിൽ വരാൻ പോകുന്നു. ചൈനയിൽ 70s പോയതുപോലെ ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെടും. പിന്നെ പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു? പാകിസ്ഥാൻ $315 മില്യൺ ഉള്ളൂ അവരുടെ ഇയർലി GDP. നമ്മുടെ 4 ട്രില്യൺ കഴിഞ്ഞു. അപ്പം ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷേ ഈ പാകിസ്ഥാനെ വിട്ട് നമ്മളിവിടെ അൺട്രസ്റ്റ് ഉണ്ടാക്കുക, യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബ്രിട്ടൻ്റെ മനസ്സിലിരിപ്പ്. അമേരിക്ക അങ്ങനെയല്ല. അമേരിക്കയ്ക്ക് വാർ ഉണ്ടാവാൻ താല്പര്യമില്ല. ചൈനയുടെ സ്ഥാനത്ത് ഇന്ത്യ വരണം എന്നുള്ള ഇതിലാണ് ഈ ട്രേഡ് പാക്റ്റും മറ്റൊന്നുമൊക്കെ ട്രംപ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. വാൻസിനെ അയച്ചതും അതിൻ്റെയൊക്കെ ഉദ്ദേശത്തിന്, അതിൻ്റെ ഒക്കെ ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കാനാണ് വാൻസിനെ അയച്ചത്. അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ അങ്ങനെ ഉള്ളപ്പോൾ ആരും ഇവിടെ വരരുത്. ഇത് ഭയങ്കര യുദ്ധഭൂമിയാണ്. ഇന്ത്യ ന്യൂക്ലിയർ വാർ വരാൻ പോവുകയാണ് എന്നൊക്കെ പലരെ ഒന്ന് അറയ്ക്കാൻ, വീണ്ടും ചൈന എടുത്ത് പോകാൻ, അതിൻ്റെ അങ്ങനെയുള്ള ഒരു ടെക്നിക്കിൻ്റെ ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പം പാകിസ്ഥാനെ ഇളക്കി വിട്ടത്. പിന്നെ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ നമ്മളൊരു 75 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേൾഡ് ഹിസ്റ്ററി തന്നെ പരിശോധിക്കുമ്പോൾ, ഇങ്ങനെ ഒരു കാരണവശാലും ഞാൻ എപ്പോഴും പറയും, പാകിസ്ഥാൻ ജനതയല്ല, പാകിസ്ഥാൻ ആർമിയാണ്. അവിടെ എല്ലാം തീരുമാനിക്കുന്ന പാകിസ്ഥാൻ ജനതയാണ്. നവാസ് ഷെറീഫിനെ പോലുള്ള മനുഷ്യർ പാകിസ്ഥാനിലുണ്ടായിരുന്നു. അവർക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ആർമിയും അമേരിക്കയും UK എല്ലാം കൂടെ ചേർന്ന് ഇല്ലാതാക്കി കളഞ്ഞു. ഉദാഹരണം, ബാജ്വ, ഖമർ ബാജ്വ എന്ന് പറഞ്ഞ ഇപ്പോൾ ഉള്ള മൗലവി മുനീർ, മറ്റേ പാകിസ്ഥാൻ്റെ ചീഫ് ഓഫ് ആർമി, അല്ല മൗലവി എന്നാണല്ലോ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് തൊട്ട് മുമ്പുണ്ടിരുന്ന ഖമർ ബാജ്വ, അദ്ദേഹം ഒരു എക്സെപ്ഷണൽ ക്യാരക്ടറായിരുന്നു. അയാളാണ് എൻ്റെ അറിവിൽ ഏക പട്ടാള ഭരണാധികാരി ഇന്ത്യയുമായിട്ട് സ്നേഹത്തിൽ പോകണം, ഇന്ത്യയായിട്ട് നമ്മൾ യുദ്ധം പാടില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അവിടെ അമേരിക്കൻസ് കളിച്ചു. അമേരിക്ക ഇമ്രാൻഖാനെ വിട്ട് പ്രഷറൈസ് ചെയ്ത് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. അവസാനം അങ്ങനെ രാജിവെച്ചു പോയി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 2 ആഴ്ച മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാന് കഴിവില്ല ഇന്ത്യയായിട്ട് അടിക്കാൻ, പാകിസ്ഥാൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ വളരെ മോശമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, അങ്ങനെ എപ്പോഴും അറസ്റ്റ് ചെയ്യുന്നതെന്ന്. പാകിസ്ഥാൻ ഏത് ഭരണാധികാരിയെ എപ്പോൾ ആണെങ്കിലും അറസ്റ്റ് ചെയ്യാം, പട്ടാള ജനറലിനും ശരി തന്നെ, ആരെയെന്നും ശരി തന്നെ. അപ്പോൾ എനിവേ ഈ പട്ടാളക്കാർ ചേർന്ന് സമാധാനം തല്ലിക്കെടുത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിലേറ്റവും വലിയ വൃത്തികെട്ടവനായിരുന്നു ആ പർവേസ് മുഷറഫ് കാരണമാണ് അന്ന് വാജ്പേയിജിയും നവാസ്ജിയും തമ്മിലുള്ള സമാധാന കരാർ. അന്ന് ചിലപ്പോൾ ഒരുപക്ഷെ യുദ്ധമില്ല കരാർ ഉണ്ടായേനെ, പക്ഷെ ഉണ്ടായില്ല, യുദ്ധമില്ല കരാർ ഉണ്ടായില്ല. അത് പർവേസ് മുഷറഫ് അട്ടിമറിച്ചു. അന്ന് അയാൾ പട്ടാള ജനറലായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിനി പാകിസ്ഥാനുമായിട്ട് അങ്ങ് യുദ്ധമില്ല കരാറൊക്കെ ഒപ്പിടാനും സമാധാനം എന്നൊക്കെ പറഞ്ഞു പോകില്ലെന്നും യാതൊരു കാര്യവുമില്ല. നിലവിൽ ഇന്ത്യ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്, നിലവിലെടുക്കുന്ന സ്റ്റാൻഡ് കറക്റ്റാണെന്നാണ് എൻ്റെ 200% വിശ്വാസം. കാര്യം എന്ന് പറഞ്ഞാൽ, ഐ ഷുഡ് നോട്ട് ക്വസ്റ്റ്യൻ ദ വിസ്ഡം ഓഫ്, ഒരു ചൊല്ലുണ്ട്, വി ഷുഡ് നോട്ട് ക്വസ്റ്റ്യൻ ദ വിസ്ഡം ഓഫ് ഗോഡ് എന്ന്. അപ്പോൾ അതേപോലെ ഐ ഷുഡ് നോട്ട് ക്വസ്റ്റ്യൻ ദ വിസ്ഡം ഓഫ് അവർ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആൻഡ് ദ 3 ചീഫ്സ് ഓഫ് അവർ ഡിഫൻസ് ഫോഴ്സസ്. ഐ ഷുഡ് നോട്ട് ക്വസ്റ്റ്യൻ ദർ വിസ്ഡം. ഐ വിൽ നോട്ട് ഡൂ ദാറ്റ്. അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്, പക്ഷെ അവർക്കത് എന്താണെന്ന് അത് പുറത്ത് പറയാൻ പറ്റില്ല.
ഇപ്പം ഇപ്പം പലരും ചോദിക്കുന്നു ഇന്ത്യ കയറി അടിക്കാത്ത എന്താ, ഇന്ത്യ അവിടെ ഇവിടെ ചെയ്യും മറ്റത് പിടിച്ചടക്ക്. അതിനെനിക്ക് മറുപടി പറയാനുള്ളത്, സൺ സു എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ജനറൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ആർട്ട് ഓഫ് വാർ. സൺ സു ജീവിച്ചിരുന്ന പീരീഡ് എപ്പോഴും തർക്ക വിഷയമാണ്. ലോർഡ് ബുദ്ധയുടെ കണ്ടംപററി ആണെന്ന് പറയുന്നു, അല്ലാതെ പറയുന്നു നമ്മുടെ ചാണക്യൻ്റെ കണ്ടംപററി. ചാണക്യനിലൊക്കെ ഇത്തിരി സീനിയറായിരുന്നു അദ്ദേഹം. അദ്ദേഹം വലിയ ഒരു ജനറലായിരുന്നു. അദ്ദേഹം എഴുതിയ ഈ ബുക്ക് ലോകത്തിലെ എല്ലാ മിലിറ്ററി അക്കാഡമിയിലും ചർച്ചാ വിഷയമാണ്, ബുക്ക് ഓഫ് ആർട്ട് ഓഫ് വാർ. അതിലും നമ്മുടെ ചാണക്യനും പറയുന്നുണ്ട്. ഈ പറയുന്ന ആ രീതി അനുസരിച്ചാണ് എന്ന് തോന്നുന്നു നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ പെരുമാറുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ എപ്പോഴും ഒരു ഷോർട്ട് വാറാണ് അവർക്ക് താല്പര്യം. അവർക്ക് ലോങ് വാർ പറ്റില്ല. അപ്പോൾ അവർക്കറിയാം എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്. ഇതിനു മുമ്പുള്ള വാറിലൊക്കെ ഇൻ്റർനാഷണൽ ഫോഴ്സസ് ഇടപെട്ട് പിടിച്ചു മാറ്റും. അതവിടെ അവർ 2-3 വർഷം ഉണ്ടായിരിക്കും, പിന്നെ വീണ്ടും ഇതേപോലെ അവർ ചെയ്യും. അപ്പോൾ ഇന്ത്യ ഒരുമാതിരി കളിയാക്കുന്ന പോലെയാണ്. അപ്പോൾ ഇത് ഇനി നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിമിയെ ടെൻസാക്കുക, കീപ്പ് ഹിം ഓൺ ടെൻഡർ ഹുക്സ് എന്നാണ് അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ. അതായത് ഇപ്പോൾ പാകിസ്ഥാന് ഭയങ്കര ടെൻഷനാണ്. എവിടെ അടിക്കും, എവിടെ കൂടെ കയറും, POK പിടിക്കുമോ, അതോ ലാഹോർ പിടിക്കുമോ? ലാഹോർ 21 കിലോമീറ്ററല്ലേ ഉള്ളൂ നമ്മുടെ അത്താരി ബോർഡറിൽ നിന്ന്. അതുവഴി വരുമോ, അതോ മിസൈൽ വരുമോ, അതോ പ്ലെയിൻ വരുമോ, അതോ കറാച്ചി പോർട്ട് പിടിക്കാൻ പോവുകയാണോ? അവരാകെ കൺഫ്യൂഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ അവരെ ടെൻഡർ ഹൂക്സിൽ ആക്കിയിരിക്കുന്ന നമ്മുടെ ഉത്തരവാദപ്പെട്ടവർ തന്നെയാണ്. അതൊരു നല്ല സ്ട്രാറ്റജിയാണ്. അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നതാണ് നമുക്ക് നല്ലത്. എന്നിട്ട് ഇപ്പോൾ തൽക്കാലം അവർ നമ്മളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി മാത്രം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ നമ്മുടെ ആളുകൾ ഇന്ത്യൻ സിസ്റ്റം, ഡീപ്പ് സ്റ്റേറ്റ്, അവർ മനസ്സിൽ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ആ പ്ലാൻ നടപ്പിലാക്കുക. തൽക്കാലം ഇതുപോലുള്ള ചെറിയ സ്കെർമിഷസൊക്കെ അതേപോലെ തന്നെ തീർക്കുക. ഒരു വലിയ വാറ് തുടങ്ങാതെ ഈ മനസ്സിലൊരു പ്ലാനുണ്ട്. ഉദാഹരണം, പാകിസ്ഥാൻ അല്ലല്ലോ ഹമാസ്, എത്രയോ ചെറുതാണ്. പാകിസ്ഥാൻ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ഫോഴ്സാണല്ലോ, ഫുൾ ഫ്ലഡ്ജ്ഡ് കൺട്രിയാണ്. ഹമാസ് എന്ന് പറയുന്ന കുറേ ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് കുറേ മിസൈലും വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം, ഡിഫൻസ് സിസ്റ്റമായ ഇസ്രയേൽ, ഏറ്റവും ബെസ്റ്റ് ഇൻ്റലിജൻസ് സിസ്റ്റം ഒക്കെ ഉള്ള ഇസ്രയേൽ, October 7th ഇവന്മാർ ആക്രമിച്ചു. ആക്ച്വലി ഇസ്രയേൽ വാസ് ടേക്കൺ ഓഫ് ഗാർഡ്. പക്ഷേ ആ ഇസ്രയേൽ പോലും, അവരെന്നും വിജിലൻ്റാണ്. ആ ഇസ്രയേൽ പോലും October 7th ഇവന്മാർ ആക്രമിച്ചു. 27th തിരിച്ച്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ എത്ര ഡേയ്സ് ഇസ്രയേൽ പോലും എടുത്തു. അപ്പോൾ ഇസ്രയേലിന് കാണാം ഇവരുടെ പരിപാടികളൊക്കെ. ഇങ്ങനെ നോക്കിയാൽ മതി, ബൈനോക്കുലറോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് വെച്ചൊക്കെ നോക്കിയാൽ മതി. ഓപ്പൺ ഫീൽഡാണ്, ഹമാസിൻ്റെ ആക്ടിവിറ്റീസാണ് കാണാം. എന്നിട്ട് പോലും അവർ ഒരബദ്ധം പറ്റാൻ പാടില്ല. എത്രയോ വലിയ ഫോഴ്സാണ് ഇസ്രായേൽ, IDF. അവർ അതിൻ്റേതായ സമയമെടുത്തു, ഒരുപാട് ദിവസം എടുത്തു. 7th ആക്രമിച്ചു. അത് കഴിഞ്ഞ് 27th ഒരു ഫുൾ ഫ്ലഡ്ജിൽ വന്നത്. അപ്പോൾ അതേപോലെ, അപ്പോൾ അതിനേക്കാളും ഹമാസിനേക്കാളും പവർഫുള്ളാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാന് ഈ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ബാലാക്കോട്ട് മറ്റേ അതിലൊന്നും ഒരു കാര്യമില്ല. ഇവന്മാർ വീണ്ടും വീണ്ടും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ടോട്ടൽ സൊല്യൂഷൻ, വൺസ് ആൻഡ് ഫോർ ഓൾ ആണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ദേ വിൽ ടേക്ക് ദെയർ ഓൺ ടൈം. കൂടുതൽ സമയം എടുക്കുന്തോറും പാകിസ്ഥാന് അത് വലിയ ക്ഷീണമാണ്. പാകിസ്ഥാൻ അത് അഗൻസ്റ്റായിട്ട് വരും. അതാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഇഫ് യു ഇൻ എ സിഗ്നിഫിക്കൻ്റ് റോളിൽ, ഏതെങ്കിലും റോളിലായിരുന്നെങ്കിൽ ഒരു സൊല്യൂഷൻ, നമുക്കിതിനൊരു സൊല്യൂഷനാണ്. നമുക്ക് എല്ലാ കാലഘട്ടവും ഇപ്പം
നൂറ്റാണ്ടുകളായി തമ്മിൽ തല്ലുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമാവുകയും ഒരുപാട് സാധാരണക്കാരായ ആളുകൾ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സാറാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് പൊസിഷൻ എങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ ഇതിന്. ഞാനായിരുന്നു ഒരു റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് പറയാമല്ലോ, ഞാനൊരു ഓർഡിനറി സിവിലിയനല്ലേ, സിറ്റിസണല്ലേ, ഒരു കോമൺ മാൻ. എന്തൊക്കെ ചെയ്യണമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാനെതിരായിട്ട് എന്തൊക്കെ ചെയ്യണമായിരുന്നു ചോദിച്ചാൽ ഇതൊക്കെ ചെയ്യുമായിരിക്കും, 1 by 1 ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ പാകിസ്ഥാൻ്റെ എക്കോണമി, അതായത് വാട്ടർ ത്രഷോൾഡ് അവർക്കെതിരായിട്ട് ചെയ്യുന്ന വാട്ടർ വെച്ചിട്ടുള്ള ജലം, നമ്മളിപ്പോൾ ചെയ്തതുപോലെ സിന്ധു ഇൻഡസ് ക്ലോസ് ചെയ്ത് അവരുടെ റിവേഴ്സ് 6 റിവേഴ്സ് ഉണ്ട് അവർക്ക്, വെസ്റ്റേൺ റിവേഴ്സും ഈസ്റ്റേൺ റിവേഴ്സും 6 റിവേഴ്സും അവർക്കെതിരായിട്ട് ഉപയോഗിക്കുക. അവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടരുത്. അത് ഭയങ്കര വലിയ വിഷയമാണ്. അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഈ ഹൈക്കമ്മീഷൻ തന്നെ തിരിച്ചു വിളിക്കണം. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ശത്രുരാജ്യത്ത് നമുക്ക് ഹൈക്കമ്മീഷൻ? നമുക്ക് വേണ്ട, ഹൈക്കമ്മീഷൻ വേണ്ട. ആ രാജ്യമായിട്ട് ഒരു പരിപാടിയും പറ്റില്ല, വേണ്ട ഇനി കുറേ നാളത്തേക്ക്. പിന്നെ ആലോചിച്ചിട്ട് അവരുടെ ആർമിയൊക്കെ അവർ പിരിച്ചു വിട്ടിട്ട് പിന്നെ സൈപ്രസ് പോലെയോ അല്ലെങ്കിൽ ലക്സംബർഗ് പോലെയോ സ്വിറ്റ്സർലൻഡ് പോലെയൊക്കെ ഒരു രാഷ്ട്രമായിട്ട് അവർ മാറുമെങ്കിൽ, ആർമി ഇല്ലാതെ എങ്കിൽ അവരുമായിട്ട് ബന്ധം വയ്ക്കാം. പിന്നെ അവരുമായി പിന്നെ ഈ നമ്മൾ ഈ പത്രത്തിലൊന്നും ഇവിടെയുള്ള മീഡിയയിലൊന്നും വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട്. പാകിസ്ഥാൻ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതെല്ലാം കട്ട് ചെയ്യുക. ഉദാഹരണം, ഇപ്പോൾ പാരസെറ്റമോൾ, പാകിസ്ഥാനിലൊരു പാരസെറ്റമോൾ അവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പാകിസ്ഥാനിലേക്കുള്ള എല്ലാ മെഡിസിൻസും സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യ സ്റ്റോപ്പ് ചെയ്യണം, വൺസ് ആൻഡ് ഫോർ ഓൾ. അതായത് അവർ പിന്നെ വേണമെങ്കിൽ ചൈനയിൽ നിന്ന് പാരസെറ്റമോൾ വാങ്ങിച്ചോട്ടെ. ചൈനയിൽ നിന്ന് വാങ്ങിച്ചാൽ പോലും ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇന്ത്യയിൽ അത് ഏകദേശം അതേ വില തന്നെയാണ് പാകിസ്ഥാനിൽ ഈ നമ്മുടെ ഡ്രഗ്സ്. അപ്പോൾ എല്ലാ ഡ്രഗ്സും ഇവർ വാങ്ങുകയാണ്. പിന്നെ വേറെ ഒരുപാട് ഉദാഹരണം കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും സവാള പാകിസ്ഥാൻകാർ ചത്തുപോകും. സവാള കിട്ടില്ല. ബംഗ്ലാദേശ് ഇടയ്ക്ക് കിടന്ന് ബഹളം ഉണ്ടാക്കിയില്ലേ, കിടന്ന് ഓട്ടാൻ സവാള എന്ന് പറഞ്ഞു. സവാള ഇല്ലെങ്കിൽ ജനങ്ങൾ തിരിയും. അപ്പോൾ അതേപോലെ എസെൻഷ്യൽ ഗുഡ്സ് ഉണ്ട് സവാള. ഇതുപോലെയുള്ള വേറെ ഒരു രാജ്യത്ത് നിന്ന് അവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. തായ്ലൻഡിൽ ഉണ്ടാക്കുന്നില്ല, ഇന്തോനേഷ്യയിൽ സവാള ഇല്ല, അവർക്ക് വേണ്ട സവാള. ചൈനയിലില്ല സവാള ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങുക. അത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ അവർ വേറെ നേപ്പാൾ വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭൂട്ടാൻ വഴിയോ ഒക്കെ അവർ ചിലപ്പോൾ വാങ്ങിക്കാൻ ശ്രമിക്കും. സ്റ്റോപ്പ് ഇറ്റ്. ആ പരിപാടിയെ നിർത്തുക. പിന്നെ ഈ ഇന്ത്യയിലുള്ള പാകിസ്ഥാനി സിറ്റിസൻസിന് അത് ബൈ ഹുക്ക് ഓർ ക്രൂക്ക് അവർ പാകിസ്ഥാനി ജെൻസ് വന്ന് ഇവിടെയുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾ അവിടുത്തെ പുരുഷന്മാരെ കല്യാണം കഴിച്ച്, പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുക, അത് വളരെ സ്ട്രോങ് ആയിട്ട് എന്നെ അത് മുന്നോട്ട് പോയി അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഇതുവരെ നമ്മളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളിനി ക്രിക്കറ്റ് കളിക്കുന്നില്ല, അത് നിർത്തിയിട്ട് പതുക്കെ ഹോക്കി കളിക്കുന്നില്ല എന്നിട്ട് പതുക്കെ ഓരോന്ന് തുടങ്ങും. വേണ്ട, അവരുമായിട്ട് ഒരു പരിപാടിയും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യ കുറച്ച് വീക്കായിരുന്നെങ്കിൽ എന്നേ പാകിസ്ഥാൻ റൺ ഓവർ ചെയ്തേനെ ഇന്ത്യയുടെ പുറത്ത്. അത് ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ ഇന്ത്യ ഈസ് മച്ച് പവർഫുൾ ദാൻ പാകിസ്ഥാൻ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രം 75 വർഷത്തിനകത്ത്, ഇപ്പോൾ കാർത്തേജും റോമും തമ്മിൽ പോലെയല്ല, അത് എത്രയോ വർഷങ്ങളായിട്ടുള്ളത്. 75 വർഷം കൊണ്ട് തന്നെ എന്തുമാത്രം ദ്രോഹമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. കിട്ടുമ്പം എല്ലാ അവസരങ്ങളിലും അവർ നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ തൊലയ്ക്കാനുമാണ് ഇരിക്കുന്നത്. എല്ലാ പ്രൊവോക്കേഷൻ, ലോകത്തിലെ ഒരു രാഷ്ട്രം പോലും ടോളറേറ്റ് ചെയ്യാത്ത പ്രൊവോക്കേഷനും എല്ലാം അവർ ചെയ്യുന്നു. ഇപ്പം അവർ എന്തിനാണ് നമ്മൾ പാകിസ്ഥാനി യാതൊരു ഉപദ്രവം ചെയ്തില്ല, എന്തിനാണ് അവരിപ്പം ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ വല്ലവരും പറഞ്ഞു കേട്ട് പിന്നെ ഗുണ്ടാപ്പണി തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ടൈസും കട്ട് ചെയ്യുക, ഒരു ബന്ധവും വേണ്ട. ഈ ഇൻഡസ് റിവർ നമ്മൾ അതുതന്നെ അവർക്കൊരു ഉദാഹരണം ഞാൻ പറയാം. ഇൻഡസ് റിവർ മാത്രം, ഈ ജലം നദിയിൽ മംഗളം ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് ഡാം, ലോകത്തിലെ 5th ബിഗ്ഗസ്റ്റ് ഡാമോ മറ്റാണ്. ഹ്യൂജ് ഡാം. ജലം റിവർ
ഡെറൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ്, നമ്മുടെ കാശ്മീരിൽ നിന്നാണ്, നമ്മുടെ ജമ്മു കാശ്മീരിൽ നിന്നാണ്. ഒന്നീ അത് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുക. അവരുടെ ജീവനാഡി, ഇയാൾ പറഞ്ഞല്ല ജൂഗുലാർ വെയിൻ കട്ട് ചെയ്യുന്നത്, അത് ജൂഗുലാർ വെയിൻ തന്നെയാണ്. ഈ റിവറിൻ്റെ പരിപാടി ജൂഗുലാർ വെയിൻ തന്നെയാണ്. അപ്പോൾ ഈ മംഗലം ഡാം പിടിക്കുക, POK പിടിക്കുക, പിന്നെ വേറെ പാകിസ്ഥാൻ ഈ എക്കണോമിക്കായിട്ട് വിഷമിക്കുന്ന എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുക. അവരുമായിട്ട് അവർ ബെഗ് ചെയ്താലും അവരുമായിട്ട് വേണ്ട. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പിന്നെ മോഡിജി, അപ്പം ഞാനൊക്കെ വളരെ ഷോക്ക്ഡായിപ്പോൾ, ഇതെന്തിനാ ഇദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന്. അൺപ്രസിഡൻ്റായിട്ട് സർപ്രൈസിങ് ആയിട്ട് നവാസ് ഷെരീഫിൻ്റെ മകളുടെ വിവാഹത്തിന് മറ്റോ റൂട്ട് മാറി വേറെ എവിടെ പോയതാണ്, റൂട്ട് മാറി അവിടെ പാകിസ്ഥാനിൽ പോയി അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ച ആളാണ് മോഡിജി. നമ്മളിതെല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു ഗുണം ഉണ്ടായില്ല. നമുക്ക് കൂടുതൽ അടി, പക്ഷേ അത് നവാസ് ഷെരീഫ് അല്ല അടി തന്നത്, അടി തരുന്നത് ഇവരാണ്, ഈ പാകിസ്ഥാനി ജനറൽസാണ്. ഇപ്പോൾ ഉള്ള ഇയാൾ മുനീർ എന്ന് പറഞ്ഞ ഈ പാകിസ്ഥാനി ജനറൽ, ഇയാൾ ഈ ഇസ്ലാമിനെ വെച്ചിട്ടാണ് ഇയാൾ കളിക്കുന്നത്. അത് പാകിസ്ഥാൻ മൊത്തം ഇസ്ലാമിനെ വെച്ചിട്ടാണ് ഇന്ത്യക്കെതിരായിട്ട് കളിക്കുന്നത്. ചുമ്മാ എന്ത് ചെയ്താലും അത് റിലീജിയസ് ഇസ്ലാം മറ്റേന്ന് മറിച്ചെന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്യും. അപ്പോൾ ഈ മുനീർ സൗദിയിൽ ലെഫ്റ്റനൻറ്റ് കേണലായിരുന്നു. അപ്പോൾ പിന്നെ മുനീറൊക്കെ വിചാരിക്കുന്നത് ഈ സൗദിയിൽ പോയിട്ട്, അന്ന് സൗദി ഇന്ത്യക്ക് അഗൻസ്റ്റായിരുന്നു, സൗദിയിൽ പോയി അയാളൊരു സദസ്സിൽ ഖുറാൻ കംപ്ലീറ്റ് വേഴ്സസ് അയാൾ കാണാപ്പാടം പറഞ്ഞു. അവിടെ ഇയാളുടെ ജോലി എന്താ? ഇയാൾ മൗലവിയാണോ അല്ലെങ്കിൽ മുല്ലാക്കയാണോ? ഇയാളുടെ ജോലി മിലിറ്ററി ജനറലല്ലേ, ഇയാളെന്തിനാ ഇതൊക്കെ അപ്പോൾ ഈസ് എ നമ്പർ 1 കോർ ഫണ്ടമെൻ്റലിസ്റ്റാണ് ഈ മുനീർ. അപ്പം അയാളാണ് ഇത് ചെയ്തത്. ഈവൻ പിന്നെ അയാളെ ഈ മിലിറ്ററി ചീഫ് ആക്കിയത് തന്നെ ഇയാളും നവാസ് ഷെരീഫിൻ്റെ അനിയൻ, അയാൾ ശരിയല്ല, ഷബാസ്, അയാളും പിന്നെ സർദാരി ബിലാവലിൻ്റെ അച്ഛൻ ബനാസിർ ഭൂട്ടോയുടെ ഹസ്ബൻഡ് സർദാരി, അയാളുടെ ഇരട്ടപ്പേര് തന്നെ 10% എന്നാണ്. ഈ പിണ്ണാക്ക് വാങ്ങിക്കണമെങ്കിലും 10% അയാൾക്ക് കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരു ചൊല്ല് തന്നെ അവിടെ പാകിസ്ഥാനിലുണ്ട്. അയാളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ മുനീറിനെ ഇതാക്കിയത്. മാത്രമല്ല ഒരു ഹമീദ് എന്ന് പറഞ്ഞ ഒരു പസ്തൂൺ ജനറൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്താണ് ഇവനെ മിലിറ്ററി ജനറലാക്കിയത്. അപ്പോൾ ഈ പിന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മിലിറ്ററി ജനറൽസ് മാത്രമല്ല, അവരുടെ ഈ ആളുകളും പൊളിറ്റീഷ്യൻസും പലരും എന്തിനും ആരെ വേണമെങ്കിലും വിറ്റ് പൈസ അടിക്കാം എന്നുള്ള ഒരൊറ്റ ചിന്തയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം, ലോകത്തിലെ ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ ബനാസിറിനെ കൊന്നതാരാ? പർവേസ് മുഷറഫ്, പട്ടാള ജനറൽ. അവരെ വരുത്തി, അവരെ ട്രാപ്പിലാക്കി അവരെ വെടിവെച്ച് കൊന്നു. അത് കഴിഞ്ഞിട്ട് ഈ സർദാരിയെ പിടിച്ച് ജയിലിലിട്ടിരുന്നു. സ്വന്തം അമ്മയെ വെടിവെച്ച് കൊന്നു. സ്വന്തം മാമനെ, അങ്കിളിനെ, മുർത്താസ് എന്നാട്ടെ പറഞ്ഞ ഒരു ബ്രദറുണ്ടായിരുന്നു, അയാളെ പോയ്സൺ ചെയ്തു കൊന്നു. ഇംഗ്ലണ്ടിലെ മറ്റോ ഇട്ട്, ഇവൻ്റെ അങ്കിള് ബിലാവലിൻ്റെ. അപ്പോൾ ഇതെല്ലാം ചെയ്തത് പട്ടാളമാണ്. ഇവന്മാരെല്ലാം കൂടെ ചേർന്നാണ് ഇപ്പം വീണ്ടും ഒരു പട്ടാള ജനറലിനെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത്. അതിനവന്മാർ അനുഭവിക്കും. ചിലപ്പം ഇന്ത്യ വഴിയായിരിക്കും അനുഭവം വരുന്നത്. ഈ നമ്മൾക്ക് ന്യൂക്ലിയർ വാർ ഡോക്ടറിൻ അനുസരിച്ച് നോ ഫസ്റ്റ് യൂസ് എന്നാണ്. പാകിസ്ഥാൻ അങ്ങനെയല്ല, അവർ ആദ്യം യൂസ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ മാസം തന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് വി വിൽ യൂസ് ഫസ്റ്റ് എന്ന് അത് കൊണ്ടുവരണം. അതൊരു വലിയ അടിയായിരിക്കും പാകിസ്ഥാന്. കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർക്കും ചോദിക്കേണ്ട, നമുക്കതല്ല, ഇവിടെ ബോംബ് വീണാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കുന്നു. അത് നിർത്തണം, അത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ ഉത്തരവാദപ്പെട്ടവരോട്. എനിവേ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ അവർ വെറുതെ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യനെ തളർത്തിക്കളയും, തീർത്ത് കളയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനവും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള 3 സേനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളും പ്രതിരോധ മന്ത്രി, പ്രധാനമന്ത്രി ഉൾപ്പെടെ വരുന്ന നമ്മുടെ സഖ്യം വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുകയും പാകിസ്ഥാനെതിരെ
പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ത്യക്കൊരു വിജയം ഉറപ്പാക്കുകയും പൂർണ്ണമായ അർത്ഥത്തിൽ തീവ്രവാദം തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഹെയ്റ്റ് ക്യാമ്പയിനിൽ നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇന്ന് ഒരു ആക്രമണം ഉണ്ടായി നാളെ തിരിച്ചടിച്ച് യുദ്ധം ആരംഭിക്കാൻ ഒരിക്കലും ഒരു ആധുനിക രാഷ്ട്രം ശ്രമിക്കില്ല. പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള പ്ലാനിങ് ആവശ്യമുണ്ട്. അതുതന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് നന്ദി സർ സംസാരിക്കുന്നത്. വന്ദേ മാതരം.